കാറുകളുടെയൊക്കെ പുറകെ ഇരിക്കുന്ന വലിയൊരു സിലിണ്ടർ പോലത്തെ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. ഏത് ഫ്യൂൽ യൂസ് ചെയ്യുന്ന വാഹനമായാലും വാഹനത്തിനകത്ത് ഇന്ധനം കത്തിക്കഴിഞ്ഞ് ബാക്കി വരുന്ന എയറിനകത്ത് പൊല്യൂട്ടൻസ് ആയ കാർബൺ മോണോക്സൈഡ്, അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡ് എന്നീ വാതകങ്ങളുണ്ടെങ്കിൽ അത് പ്രകൃതിക്ക് വളരെയധികം ദോഷമായ കാര്യമാണ്. ഈ 3 കാര്യങ്ങളെയും വളരെയധികം കുറയ്ക്കുക എന്നത് തന്നെയാണ് കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ യൂസ്. കാറ്റലിറ്റിക് കൺവെർട്ടറുകൾ നല്ല കോസ്റ്റ്ലിയാണ്. അതിന് കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് തന്നെ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം. കാറ്റലിറ്റിക് കൺവെർട്ടറിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് ഈ പൊല്യൂഷൻ കുറയ്ക്കുന്ന കാര്യം നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ കാറ്റലിസ്റ്റ് ആണ്. വാഹനത്തിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന വാതകങ്ങളിൽ ഇപ്പോൾ നൈട്രജൻ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ആ നൈട്രജൻ ഓക്സൈഡിൽ നിന്നുള്ള ഓക്സിജനെ പ്ലാറ്റിനം, റോഡിയം അല്ലെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് നൈട്രജൻ ആറ്റം ആകുന്നു. ഇങ്ങനെ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ടെങ്കിൽ അവ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നൈട്രജൻ ആയിട്ട് പുറത്തേക്ക് പോകുന്നു. രണ്ടാമത്തെ സ്റ്റേജാണ് ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ വാതകമാണ് വരുന്നതെങ്കിൽ അതിലേക്ക് ഒരു ഓക്സിജനെ ബൈൻഡ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് വരുവാണെങ്കിൽ അവയെ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും.